ഇന്ന് ഡിസംബർ 31 ഈ വർഷത്തിന്റെ അവസാന ദിവസം. നാളെ മുതൽ പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ എന്തെല്ലാം മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്നൊന്ന് നോക്കിയാലോ. എന്തൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻ പ്ലാൻസ് ആണ് അവർ തയ്യാറെടുക്കുന്നത് എന്ന് നോക്കി വരാം. 2024 കുറെ പെണ്ണ് കാണാൻ പോയി, പെണ്ണ് കിട്ടിയില്ല. 25 കിട്ടുന്ന ഒരു ആലോചന ഉണ്ട്. നമുക്കിനി സംസാരം കുറച്ചിട്ട് പെണ്ണിനെ വിളിക്കാം. വരാനുള്ളത് വഴി തങ്ങൂലല്ലോ, വരട്ടെ നോക്കാം. ന്യൂ ഇയർ അല്ലേ, ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി? വേറൊരു ലൈഫ് സാധ്യമാകുമെന്ന് ഇങ്ങനെ ആലോചിക്കണം. എന്തോ എങ്ങനെ അല്ല പ്രത്യേകിച്ച് അങ്ങനെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. നോർമൽ പോലെ ന്യൂ ഇയർ ആഘോഷിക്കും, നോർമൽ പോലെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ പണ്ടേ വളരെ നല്ല കുട്ടിയെ കൊണ്ട് പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നുമില്ല. ഇന്ന് 12 മണിക്ക് ഞാൻ ഉറങ്ങിക്കൊണ്ട് പുതിയ വർഷത്തിലേക്ക് കടക്കാനാണ് പദ്ധതി. ഈ ലക്കി ഭാസ്കർ കണ്ടതിന് ശേഷം കുറച്ച് പണം ഉണ്ടാക്കിയിട്ട് അടിച്ചുപൊളി ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ പേര് ഭാസ്കർ കുമാർ. ജോലി ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു, വരുന്നു, വീണ്ടും വർക്ക് ചെയ്യുന്നു. ഞാൻ ഒട്ടും ഹെൽത്ത് കോൺഷ്യസ് അല്ലാണ്ട് വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല, ഭയങ്കര മടി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി കുറച്ചും കൂടി ഒക്കെ ഒന്ന് ഹെൽത്ത് കോൺഷ്യസ് ആവണം എന്നുണ്ട്. ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് എനിക്കതിന് പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ അടുത്ത വർഷങ്ങളിലും കുറച്ച് യാത്രകൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ന്യൂ ഇയറായിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. റെസൊല്യൂഷനാണ് ഉദ്ദേശിച്ചത്. ആണോ? തൽക്കാലം ഒന്നും എടുക്കുന്നില്ല. ഈ വർഷവും ഞാൻ കുറച്ച് സ്ഥലങ്ങൾ പോകണമെന്ന് വിചാരിക്കുന്നു. 2025 കുറച്ചുകൂടെ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യണം. ഞാൻ ഒരു 5 വർഷമായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പഠനം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. PhD. ഇത് 2025 പൂർത്തിയാക്കണം എന്നാണ് എൻ്റെ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ. 25 ഞാൻ പൂർത്തിയാക്കിയിരിക്കും. അത്ഭുതങ്ങളുടേതാണ് ആകാശം, വിത്ത് ദ ടിംഗ്ലിംഗ് സ്റ്റാർസ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ മൂൺ. ഒരു വള്ളികളും പിടിക്കാത്ത സമാധാനത്തോടെയുള്ള ഒരു വർഷമാണെന്നാണ് ആഗ്രഹം. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എന്തെങ്കിലും റെസൊല്യൂഷൻസ് എടുക്കണം? ഒരു റെസൊല്യൂഷൻ പൊതുവേ എന്നെ കൊണ്ട് കുറേയൊക്കെ എന്നെ ഓവർ തിങ്കിങ്, പിന്നെ നെഗറ്റീവ്സ് കുറേ കുറച്ച് കൂടുതലാണ് ആൾക്കാർ പറയുന്നത്. കുറച്ചൊക്കെ മാറ്റം, കുറച്ചുകൂടി കൂടുതൽ സിനിമകളൊക്കെ കാണണമെന്നൊക്കെ ഒരു താല്പര്യമുണ്ട്. ഒരു പ്ലാനും ഇല്ല. ഇവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയാൽ നേരെ റൂമിലേക്ക്. പിന്നെ എന്താ പരിപാടി എന്ന് ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. എന്താണ് ന്യൂ ഇയർ ആയിട്ട് എന്തെങ്കിലും റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ട്? ഇതുവരെ എടുത്തിട്ടില്ല. എല്ലാ വർഷവും എടുക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ എടുത്തിട്ടില്ല. വേളാങ്കണ്ണി യാത്രയാണ്. ഒരു 4-5 വർഷമായിട്ട് എല്ലാ ന്യൂ ഇയറിനും ഇപ്പോൾ വേളാങ്കണ്ണിയാണ്. ഇപ്പോൾ വേളാങ്കണ്ണിക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. രാത്രി 12 മണിക്ക് ഞാൻ റൂമിൽ തന്നെ ആയിരിക്കും, കിടന്നുറങ്ങുമായിരിക്കും. ഒരു പരിപാടി ഇല്ലേ? ഇല്ല, ഒരു പരിപാടിയില്ല. ആയിട്ട് ഇപ്രാവശ്യം റിപ്പോർട്ടറിനൊപ്പം ആഘോഷിച്ചാൽ എങ്ങനെയായിരിക്കും? ഇപ്രാവശ്യം റിപ്പോർട്ടറിനൊപ്പം ആഘോഷിക്കാം. ഹാപ്പി ന്യൂ ഇയർ. എന്താണ് ലൈഫിൽ കൊണ്ടുവരാൻ വിചാരിച്ചിരിക്കുന്ന ഒരു മാറ്റം? കുറേ മാറ്റങ്ങളുണ്ട്, അത് നമുക്ക് കാണാം. അപ്പൊ എന്തായാലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ നമ്മൾ കേട്ടു. എല്ലാവരും 2025 വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. ഇനി എല്ലാവർക്കും അറിയേണ്ടത് സുജയ പാർവതിയുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തൊക്കെയാണെന്നാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.